കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വലിയ ശക്തിയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വചനമാണ് പ്രവചന പുസ്തകം 16-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥനയുടെ ശക്തിയും ആരാധനയിലെ മഹത്വവും കണ്ടവർ കഷ്ടതയിലും വേദനയിലും തളരുകയില്ല. അവർ ദൈവത്താൽ ശത്രുവിന്റെ ചങ്ങലയെ ഉടയ്ക്കും എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നാം വായിക്കുന്നുണ്ട് അതിൻ്റെ 16-ാം അധ്യായത്തിന്റെ 22-23 വാക്യത്തിൽ പൗലോസിനെയും ശീലാസിനെയും വളരെ അടിച്ചുവെന്ന് കാണുന്നു. അകത്തെ തടവൽ ആക്കി കാലാമത്തിലിട്ട് പൂട്ടി പുറമേയുള്ള എല്ലാവിധമായിട്ടുള്ള സാഹചര്യങ്ങളെ അടച്ചുകൊണ്ട് കാരാഗൃഹത്തിന്റെ ഉൾമുറിയിൽ അവരെ ആക്കിയിരിക്കുകയാണ്. തകർന്ന ശരീരം, രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്ന മുറിവുകൾ, നഗ്നമായിരിക്കുന്ന സാഹചര്യങ്ങൾ, എല്ലാവരും കൈയിടപ്പെട്ട അനുഭവങ്ങൾ. അർദ്ധരാത്രി, ജീവിതത്തിന്റെ അർദ്ധരാത്രി, പ്രകൃതിയുടെ അർദ്ധരാത്രി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ അർദ്ധരാത്രികൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, എല്ലാം തകർന്ന മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ, എല്ലാം ഒറ്റപ്പെട്ടു പോകുമ്പോൾ, പുറത്തിറങ്ങുവാൻ വഴിയാത്ത സാഹചര്യങ്ങളാകുമ്പോൾ, എല്ലാം ബന്ധിക്കപ്പെട്ടതുപോലെയുള്ള അനുഭവങ്ങളാകുമ്പോൾ, മനസ്സും അതുപോലെ ശരീരവും അല്ല ഹൃദയവും എല്ലാം ബലഹീനമായിരിക്കുന്ന ആ മേഖലകളിൽ അനാത്മീയരായ മനുഷ്യരെ സംബന്ധിച്ചോളം പുറുപുറുപ്പിന്റെയും അഥവാ അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടെ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ. എന്നാൽ ഭക്തനെ സംബന്ധിച്ചോളം രാത്രിയെ പകലാക്കുവാൻ കഴിവുള്ള പ്രാർത്ഥനകൾ, അവന്റെ പ്രതിസന്ധികളെ ജയിക്കുവാൻ കഴിവുള്ള പ്രാർത്ഥനകൾ. ഇവിടെ നാം എന്താണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്? അവരുടെ പുറമേ ഉള്ള മനുഷ്യൻ തകർന്ന സാഹചര്യത്തിൽ അകമേ ഉള്ളവൻ ശക്തിയോടെ ബലപ്പെട്ടു. അഭിഷേകം ഉള്ളിൽ തന്നിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം അഭിഷേകം ഉള്ളിൽ തന്നിരിക്കുന്നത് ജീവിതത്തിന്റെ അർദ്ധരാത്രിയിൽ തകരാനല്ല, അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു ബലപ്പെടാൻ വേണ്ടിയാണ്. ഇവിടെ ദൈവത്തെ അവർ പാടി സ്തുതിച്ചു. സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവത്തെ അവർ പാടി സ്തുതിക്കുകയാണ്. അവർ പതുക്കെയല്ല, തടവുകാർ കേൾക്കത്തക്ക വിധത്തിൽ അവരുടെ ജീവിതത്തിന്റെ അമാവാസിയിൽ, ഭക്തന്മാരുടെ ജീവിതത്തിന്റെ അമാവാസിയിൽ അവർ കാഹളം ഊതുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, നിങ്ങളുടെ രോഗങ്ങളിൽ, നിങ്ങളുടെ വേദനകളിൽ നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ, ഏതവസ്ഥകളിലും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ഏതടച്ചിട്ട വാതിലിനകത്തൂടെ കടന്നു വന്ന് നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങൾക്ക് വിരോധമായി അടയ്ക്കപ്പെട്ട മേഖലകളെ തുറക്കുവാൻ, കാരാഗ്രഹത്തിന്റെ ഇരുമ്പ് പൂട്ടുകളെ പൊട്ടിക്കുവാൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറന്നു തരുവാൻ ദൈവം സർവശക്തനാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഇതാ അവർ പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാ
കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറന്നു. അവരുടെ ചങ്ങലകൾ മാത്രമല്ല, എല്ലാ തടവുകാരുടെയും ചങ്ങലകൾ അഴിഞ്ഞുവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചങ്ങലയിട്ട് പൂട്ടുവാൻ സമയമെടുത്തെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ ആ ചങ്ങലകളെല്ലാം വേഗത്തിൽ അഴിഞ്ഞു മാറി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശത്രു ബന്ധിച്ച ബന്ധനങ്ങളെ അഴിക്കുവാൻ ഒറ്റ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അത് മറ്റൊന്നല്ല, ദൈവത്തെ സ്തുതിക്കുക, പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളതാണ്. ദൈവം സീനായിൽ ഇറങ്ങിയപ്പോൾ സീനായി കത്തി, സീനായി കുലുങ്ങി. നമ്മുടെ ദൈവത്തെ കൊണ്ട് കുലുക്കുവാൻ കഴിയാത്ത ഒരു പർവ്വതവുമില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ ജീവിതത്തിൽ ദൈവത്തെ കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. ദൈവം അടിസ്ഥാനങ്ങളെ കുലുക്കുന്നവരാണ്. നിന്നെ ബന്ധിച്ച ബന്ധനങ്ങളെ പൊട്ടിക്കുവാൻ, നിന്റെ തലമുറയെ ബന്ധിച്ച ബന്ധനങ്ങളെ പൊട്ടിക്കുവാൻ, ഒരു വഴി നിന്നെ കാണിക്കാതെ വണ്ണം ശത്രു അടച്ചു വച്ചിരിക്കുന്ന അതിന്റെ മേഖലകളെ തുറക്കുവാൻ ദൈവം സർവശക്തനാണ്. പ്രതിസന്ധികൾ നടുവിൽ പൗലോസും സീലാസും ദൈവത്തെ പ്രാർത്ഥിച്ചു പാടി സ്തുതിച്ചതുപോലെ ആരംഭിക്കൂ. നിന്റെ പ്രതിസന്ധികളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ അധരത്തെ തുറക്കൂ, പാടി ദൈവത്തെ മഹത്വപ്പെടുത്തൂ. നിന്റെ അധരം തുറക്കുമ്പോൾ, വിശ്വാസത്തോടെ നിന്റെ അധരം തുറക്കുമ്പോൾ, ദൈവം നിനക്ക് വേണ്ടി ചിലതിനെ തുറക്കാൻ പോകുകയാ. ചില വഴികളെ തുറക്കാൻ പോകുന്നു. തലമുറയ്ക്ക് വേണ്ടി ചില വഴികളെ തുറക്കുവാൻ പോകുന്നു. അടച്ചിട്ട് വ്യാപരിക്കുന്ന ബന്ധന ശക്തികളെ പൊട്ടിച്ച് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. പാടി ദൈവത്തെ നീ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ജീവിതത്തിന്റെ അർദ്ധരാത്രിയെ അവൻ പ്രഭാതമാക്കുവാൻ പോകുന്നു. അതെ, ദൈവത്തിന്റെ ആ പ്രകാശം നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിലേക്ക് ദൈവത്തിന്റെ പ്രകാശം വെളിപ്പെടുവാൻ പോകുകയാണ്. അതുകൊണ്ട് പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിൽ നിന്നും അകലുകയല്ല, പിന്നെയോ ദൈവത്തോട് അടുത്തു ചെല്ലുക. അപ്പോസ്തലൻ പറയുന്നത് പോലെ ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. അതെ, നിന്റെ തലമുറയിലേക്ക്, നിന്റെ ഭവനത്തിന്റെ ഉള്ളറിലേക്ക്, നിന്റെ പ്രതിസന്ധികളിലേക്ക്, നിന്റെ ഇരുട്ടിലേക്ക് കടന്നു വന്ന് അതിനെ പ്രകാശമാക്കുവാൻ, വിടുവിക്കുവാൻ, സൗഖ്യമാക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. വായിച്ച വചനങ്ങൾ നമ്മുടെ അപ്പോസ്തലന്മാർ പൗലോസും സീലാസും അവരുടെ ജീവിതത്തിന്റെ അർദ്ധരാത്രിയിൽ, അവരുടെ വേദനകളിൽ, അവരുടെ കഷ്ടങ്ങളിൽ അവർ പിറുപിറുത്തു പോകാതെ അവരുടെ ജീവിതത്തിന്റെ അർദ്ധരാത്രിയിൽ അവർ പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ സ്തുതിച്ചു. പെട്ടെന്ന് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അതെ, വേഗത്തിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ, അവരുടെ ഇരുളിനെ പ്രകാശമാക്കണമേ, രോഗത്തെ സൗഖ്യമാക്കണമേ, വഴികളെ തുറക്കണമേ. പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചതുപോലെ പാടി സ്തുതി ജയമെടുക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണമേ. നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അതേ കർത്താവ് ഈ ചെറിയ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്തൃസൂഷയിൽ പാസ്റ്റർ KK സാമുവേൽ. എൻ പ്രാണനാഥ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമോ, ആ ക്രൂശിൽ ഞാൻ കാണുന്നു തേജസ്സിന്റെ പൊന്മുഖം. ആ സ്നേഹത്തെ ഞാൻ കാണുന്നു നാഥന്റെ കണ്ണുകളിൽ, നാഥന്റെ കണ്ണുകളിൽ.